ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളെ അറിയുവാൻ, ഗുരുവിൻ്റെ ദർശനത്തെ അറിയുവാൻ ഏറ്റവും ഉത്തമമായ മാർഗമായി നാം തിരഞ്ഞെടുക്കുന്നത് അവിടുത്തെ തൃക്കരങ്ങൾ കൊണ്ട് രചിച്ചതും വായ്മൊഴിയായും ലഭിച്ചിട്ടുള്ള അവിടുത്തെ ഗീതികളാണ് അഥവാ കൃതികളാണ്. അവയിൽ ഏറ്റവും പ്രാധാന്യമുള്ളവ മഹാഗുരുവിൻ്റെ സ്തോത്രകൃതികളിൽ ഏറ്റവും പ്രാധാന്യമുള്ളവ മഹാഗുരുവിൻ്റെ ശൈവ കീർത്തനങ്ങളാണ്. 33 സ്തോത്രകൃതികളിൽ 15 ശൈവ സ്തോത്രങ്ങളാണ്. ഏറ്റവും അധികം അവിടുന്ന് രചിച്ചു തന്നിട്ടുള്ളതും ശൈവ കുടുംബത്തിൽപ്പെട്ട ശിവൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, പാർവതി എന്നിവരെ സ്തുതിച്ചുകൊണ്ടുമാണ്. അതിൽ മഹാഗുരുവിൻ്റെ ശിവസ്തോത്രങ്ങളിലൂടെ ഒരു യാത്രയാണ് ഇന്ന് നാം ഇവിടെ ഈ ഒരു വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങളുടെ ജീവിതവും പ്രവൃത്തിയും കർമ്മമണ്ഡലവും ശിഷ്യന്മാരും വാക്കുകളും പ്രതിഷ്ഠയുമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ, മഹാഗുരുവിൻ്റെ ജീവിത ദർശനവും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ അവിടെയൊക്കെ ഒരു ശൈവ ചിന്ത തെളിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കാലഘട്ടത്തിൽ തൃപാദങ്ങൾ വിഷ്ണുോപാസകനായിരുന്നു. പിന്നീട് അവധൂത കാലഘട്ടത്തിലേക്ക് കടന്നപ്പോൾ സുബ്രഹ്മണ്യോപാസകനായി മാറി. ആ സുബ്രഹ്മണ്യോപാസനയിൽ പോലും ശൈവരൂപം തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നും പതിയെ പതിയെ മഹാഗുരു ശൈവത്തിലേക്ക് അഥവാ ശിവനിലേക്ക് തന്നെ ലയിച്ചു ചേരുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ശ്രീനാരായണ ഗുരുവിന് നമ്മോട് പറയാനുള്ളതും. എന്തായിരിക്കും മഹാഗുരുവും ശിവനും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൻ്റെ കാരണം? മഹാഗുരു തൻ്റെ കർമ്മമണ്ഡലത്തിന്, തൻ്റെ ഇരിപ്പിടത്തിന് കൊടുത്ത പേര് ശിവഗിരി എന്നാണ്. ആദ്യം നമുക്ക് പ്രതിഷ്ഠിച്ച് തന്നത് ശിവലിംഗമാണ്. ആദ്യത്തെ ശിഷ്യൻ്റെ പേര് ശിവലിംഗദാസൻ എന്നാണ്. ശൈവസിദ്ധന്മാരോട് ഗുരുവിനൊരു പ്രത്യേകതരം ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ മഹാഗുരുവിൻ്റെ അനുശാസന കൃതികളിൽ ഒന്നാണ് ഗുരുവിൻ്റെ അനുകമ്പാ ദശകം എന്ന കൃതി. ഈ അനുകമ്പാ ദശകം എന്ന കൃതിയിലെ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് നമുക്കറിയാം. ജീവികളോട് അനുകമ്പ വെച്ചു പുലർത്തണം എന്നാണ് അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അല്ലേ? ഒരു പീഡയെറുമ്പിനും വരുത്തരുതിനുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമേയ് വിട്ടകലാത ചിന്തയും. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും. ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അനുകമ്പാമസൃണമായ ഒരു ജീവിതം നയിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഗുരു ഇവിടെ നമുക്ക് ഉദ്ബോധിപ്പിച്ച് തരുന്നത്. അത് ചില ഉദാഹരണങ്ങൾ സഹിതമാണ് ഗുരു വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ അനുകമ്പാമസൃണമായ ജീവിതം നയിച്ചു പോന്ന ധാരാളം ജനങ്ങൾ ഭാരതത്തിൻ്റെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുരാണങ്ങളിലുണ്ട്. രാമായണത്തിലും ഭാഗവതത്തിലും മഹാഭാരതത്തിലുമൊക്കെ ധാരാളം കഥാപാത്രങ്ങളുണ്ട്. ഇവരെയൊക്കെ മഹാഗുരു മറ്റ് സ്തോത്രകൃതികളിലൊക്കെയും പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ അനുകമ്പാ ദശകത്തിൽ അനുകമ്പയുടെ മൂർത്തിമത് ഭാവമായി തൃപാദങ്ങൾ നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് ചില തമിഴ് സിദ്ധന്മാരെയാണ്. ജ്വരമാറ്റി വിഭൂതി കൊണ്ടു മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ അരുതാതവലഞ്ഞു പാടി ഔദരമാം നോവു കെടുത്ത സിദ്ധനോ ഹരനെന്നെഴുതി പ്രസിദ്ധമാം മറയുന്നോട്ടിയ മാമുനീന്ദ്രനോ മരിയാതുടലോടു പോയൊരപ്പരമേശന്റെ പരാർത്ഥ്യ ഭക്തനോ. ആരാണിവരൊക്കെ?
പരമേശ പവിത്രപുത്രനെ നമുക്കറിയാം അല്ലേ, യേശുദേവൻ. കരുണാവാൻ നബി മുത്തുരത്നത്തെ നമുക്കറിയാം അല്ലേ, നബി തിരുമേനിയെ നമുക്കറിയാം. എന്നാൽ ജ്വരമാറ്റി വിഭൂതി കൊണ്ടു മുന്നരിതാം വേലകൾ ചെയ്ത ഒരു മൂർത്തിയെക്കുറിച്ച് അനുകമ്പാ ദശകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നിരന്തരം കൈകാര്യം ചെയ്യുന്ന, നമ്മളൊക്കെ ഗുരുഭക്തരാണ്. അപ്പോൾ സാധാരണ രീതിയിൽ എല്ലാ ഭക്തരും അല്ലെങ്കിൽ ഗുരുവിനെ അനുസന്ധാനം ചെയ്യുന്നവരും കൈകാര്യം ചെയ്യുന്നതും ജപിക്കുന്നതുമായിട്ടുള്ള ഗുരുവിൻ്റെ ഒരു കൃതിയാണ് അനുകമ്പാ ദശകം. അപ്പം അതിലാരാണ് ഈ ജ്വരമാറ്റി വിഭൂതി കൊണ്ടു മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തി? അത് തമിഴ്നാട്ടിലുള്ള ഒരു മഹാസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പേര് തിരുജ്ഞാന സംബന്ധർ എന്നാണ്. അദ്ദേഹം മഹാശിവഭക്തനാണ് എന്ന് മാത്രമല്ല, ശിവഭക്തനായ അദ്ദേഹം സിദ്ധിവിശേഷങ്ങൾ കാണിക്കുന്നത് ഭഗവാൻ ശിവനുടെ മഹിമാതിരേകത്തെ പാടി പുകഴ്ത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ശിവമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടാണ്. അപ്പം അതിലിവിടെ പ്രതിപാദ്യമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതഗന്ധിയായ ഒരു കഥയാണ് തൃപ്പാദങ്ങൾ ഇവിടെ നമുക്ക് സൂചിപ്പിച്ച് തന്നിട്ടുള്ളത്. അദ്ദേഹം പാണ്ഡ്യദേശം അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന കുബ്ജ പാണ്ഡ്യൻ എന്ന രാജാവിന് ജ്വരം ബാധിച്ചു, കടുത്ത ജ്വരം ബാധിച്ചു. അപ്പോൾ ആ സമയത്ത് ധാരാളം വൈദ്യന്മാർ വന്ന് രാജാവിനെ ചികിത്സിച്ചു എങ്കിൽ പോലും രാജാവിൻ്റെ അസുഖം ഭേദമായില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാവിൻ്റെ ബന്ധുക്കൾ തിരുജ്ഞാന സംബന്ധരെക്കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ കേട്ടറിഞ്ഞ് തിരുജ്ഞാന സംബന്ധരെ ചെന്ന് കണ്ട് രാജാവിൻ്റെ അടുത്ത് വരെ വരണമെന്ന് പറഞ്ഞ് കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പം അദ്ദേഹം കയ്യിൽ കുറച്ച് ഭസ്മം വച്ചിട്ട് മഹാദേവൻ്റെ മന്ത്രം ജപിച്ചുകൊണ്ട് ആ ഭസ്മം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പുരട്ടിയപ്പോൾ ആ നിമിഷം തന്നെ അദ്ദേഹത്തിൻ്റെ ജ്വരം പൂർണ്ണമായും ഭേദമായി. മാത്രമല്ല, അദ്ദേഹത്തിന് കുബ്ജ പാണ്ഡ്യൻ എന്ന പേര് വരാൻ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ജന്മന തന്നെ കൂനനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ കൂന് ഈ ഭസ്മലേപനത്തിലൂടെയും ഈ മന്ത്രജപത്തിലൂടെയും മാറിക്കിട്ടി. പിന്നീട് ഈ കുബ്ജ പാണ്ഡ്യൻ സുന്ദര പാണ്ഡ്യൻ എന്ന പേരിലേക്ക് മാറി. അതാണ് ജ്വരമാറ്റി വിഭൂതി കൊണ്ടു മുന്നരിതാം വേലകൾ ചെയ്ത തിരുജ്ഞാന സംബന്ധർ എന്ന മഹാസിദ്ധനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറഞ്ഞുവല്ലോ, അദ്ദേഹം ശിവഭക്തനാണ്, ശിവോപാസകനാണ്, പിന്നീട് ജ്ഞാനിയായി മാറിയ ആളാണ്. അപ്പം അദ്ദേഹം പലർക്കും സിദ്ധനായിരുന്നത് കൊണ്ട് തന്നെ പിന്നീട് പല സിദ്ധന്മാർക്കും ശിവഭക്തന്മാർക്കും ഇതുപോലെ തമിഴ് പാടലുകൾ എഴുതി പരിശീലിച്ചവർക്കുമൊക്കെ സ്വപ്ന ദർശനം നടത്തി അദ്ദേഹത്തിനുണ്ടായ ആ ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തിരുന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒഴിവിലൊടുക്കം എന്നൊരു കൃതിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ അത് നമുക്ക് മലയാളത്തിലേക്ക് അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് വിവർത്തനം ചെയ്ത് തന്നിട്ടുണ്ട്. അത് കണ്ണുടയ വെള്ളലാർ എന്ന വ്യക്തിത്വമാണ്. അദ്ദേഹവും മഹാസിദ്ധനാണ്, ശിവഭക്തനാണ്. അപ്പോൾ ഈ കണ്ണുടയ വെള്ളലാർക്ക് ഈ തിരുജ്ഞാന സംബന്ധര് സ്വപ്ന ദർശനം നടത്തി ഉപദേശിച്ചു കൊടുത്തതാണ് ഈ കൃതി എന്നാണ് പറയപ്പെടുന്നത്. ഒഴിവിലൊടുക്കം എന്ന കൃതി ഗുരുവിന് വലിയ ഇഷ്ടമുള്ളൊരു കൃതിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ കൂടി അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഭഗവാൻ അത് നമുക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് തന്നത്.